നൃത്താധ്യാപകൻ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാക്കയെപ്പോലെ കറുത്ത ആളെന്നും അദ്ദേഹത്തിന്റെ നൃത്തം കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും പറയുന്ന സത്യഭാമ കറുപ്പ് സൗന്ദര്യമല്ല എന്നും കൂട്ടിച്ചേർക്കുകയാണ്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ജാതിവർണ്ണ വിവേചനം കേരളത്തിലെ കലാരംഗത്ത് ലജ്ജാഹീനമായി നിലനിൽക്കുന്നുവെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ പ്രതികരിച്ചു. പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവന നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് എന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണനും പ്രതികരിക്കുന്നു. സത്യഭാമയുടെ പ്രത്യയശാസ്ത്രമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ നൃത്താധ്യാപകൻ, കരിവെള്ളൂർ മുരളി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി, രഞ്ജുമാർ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പൊതുപ്രവർത്തക, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ RLV രാമകൃഷ്ണൻ, നോക്കൂ, അവർ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തോട് താങ്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് മാധ്യമങ്ങളെല്ലാം അവരെ ചെന്ന് അവരുടെ TC വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടർ RLV, സ്വാഭാവികമായും അതിനുശേഷം താങ്കളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അവഹേളനങ്ങളും വിവേചനങ്ങളും ഒക്കെ നേരിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ കറുത്തത് എന്നുള്ളൊരു നാമകരണവും അതുപോലെ കറുത്ത നർത്തകർ, സ്ത്രീയായാലും പുരുഷനായാലും, അവർ നൃത്തം ചെയ്താൽ ഭംഗി വരില്ല എന്നും എൻ്റെ കുലത്തിനെ, എൻ്റെ മരിച്ചുപോയ അമ്മയെ വരെ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിനെ വരെ ആക്ഷേപിച്ച ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ വളരെ വ്യക്തമാണ് ചാലക്കുടിക്കാരൻ ആയിട്ടുള്ള മോഹിനിയാട്ട നർത്തകൻ ആര്. ചാലക്കുടിയിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരേ ഒരു നർത്തകൻ തന്നെയുള്ളൂ. ചാലക്കുടിയിൽ മാത്രമല്ല, കേരളത്തിൽ പുരുഷവേഷത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരുപാട് നർത്തകർക്ക് മുൻപ് തന്നെ മോഹിനിയാട്ടം ചെയ്തുകൊണ്ടിരുന്ന ഒരു നർത്തകനാണെന്ന് ഇവിടെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. വെറും നർത്തകനല്ല, ഈ നൃത്തത്തിൽ ഏറ്റവും വേണ്ട യോഗ്യതയോടുകൂടി തന്നെയാണ് ഞാൻ ഈ നൃത്തം അവതരിപ്പിച്ചു പോരുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കറുത്ത മക്കൾക്ക് നേരെയുള്ള ഇവരുടെ ആക്രമണം അത് വളരെയധികം വേദനയുണ്ടാക്കി. ഒരു നർത്തകൻ എന്നുള്ള രീതിയിലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലും ആണ് എനിക്ക് ഏറെ വേദനാജനകമായി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഓരോ നൃത്തവിദ്യാലയങ്ങളിലും അതുപോലെ ഓരോരോ നൃത്ത സ്ഥാപനങ്ങളിലും, കലാമണ്ഡലമായാലും RLV ആയാലും കാലടി സംസ്കൃത സർവകലാശാല, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഇവിടെയൊക്കെ കറുത്ത മക്കളുകൾ ഒരുപാട് പേര് നൃത്തത്തെ അതിജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൃത്തം അതിജീവന മാർഗമായി എടുത്തുകൊണ്ട് പ്രൊഫഷണലായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്, നൃത്തം പഠിക്കുന്നുണ്ട്. ഒപ്പം കുഞ്ഞുമക്കൾ എന്തെങ്കിലും ഒന്ന് ചിലങ്ക കെട്ടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ, അവരുടെ മക്കൾ കറുത്തതോ വെളുത്തതോ ആവട്ടെ, പക്ഷേ കറുത്തവർ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ പരാമർശം അത് ഏതൊരു വ്യക്തിക്കും യോജിച്ചതല്ല. അവർ ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അതേക്കുറിച്ച് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്തയാളെന്നുള്ള നിലയിൽ, ഒരു നൃത്താധ്യാപകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് മറുപടി നൽകാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, അവർ പറയുന്നത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ മത്സര ഇനങ്ങൾ വരുമ്പോൾ ഒരു പേപ്പർ കൊടുക്കും ഒരു മാർക്കിടുന്നതിന് വേണ്ടി. ആദ്യ കോളത്തിലെ കുട്ടിയുടെ സൗന്ദര്യമാണ് ചോദിക്കുന്നത്, പിന്നെ അടവുകളുടെ ശുദ്ധത അടക്കമുള്ള മറ്റു കാര്യങ്ങളും തന്നെ. അപ്പോൾ ആദ്യം ഈ സൗന്ദര്യം എന്ന കോളത്തിൽ 10 മാർക്കുണ്ട്. അപ്പോൾ അവരെ, അതായത് സത്യഭാമയെ, ഡിപ്ലോമ പഠിക്കുമ്പോൾ തിയറിയിലെ സൗന്ദര്യത്തെപ്പറ്റി പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് അവർ സൗന്ദര്യം കറുപ്പല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു തിയറിയിലും ഒരു നാട്യശാസ്ത്ര പ്രകാരം പറഞ്ഞിരിക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഒരു വ്യക്തിയെ നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിൽ കാണിച്ചു തരാൻ സാധിക്കും. നാട്യശാസ്ത്രത്തിൽ പറയുന്ന ചില ലക്ഷണങ്ങളിൽ കണ്ണിൽ കറുപ്പുള്ളവൾ, ചെറിയ കണ്ണുള്ളവൾ അല്ലെങ്കിൽ വലിയ കണ്ണുള്ളവൾ,
അല്ലെങ്കിൽ കുറച്ച് മുടിയുള്ളവൾ, അല്ലെങ്കിൽ തടിച്ച മാറിടമുള്ളവൾ, അല്ലെങ്കിൽ ചുരുങ്ങിയ മാറിടമുള്ളവൾ, തടിച്ച കവിളുള്ളവൾ, അല്ലെങ്കിൽ തടിച്ച ചുണ്ടുള്ളവൾ, ഇങ്ങനെയുള്ള പ്രത്യേകതകളുള്ള നർത്തകിമാർ നൃത്തത്തിൽ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ഏത് നർത്തകിമാരാണ് ഇന്ന് നമ്മുടെ നൃത്തലോകത്ത് ഉള്ളത്? ഇതെല്ലാം നമുക്കറിയാം. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു മനുസ്മൃതിക്ക് തുല്യമാക്കണക്കെ കാണുന്ന ഒരു എന്താ പറയുക, വേദങ്ങൾ, 4 വേദങ്ങൾ പഠിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ നൃത്തത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അവിടെ വ്യക്തമായി നാട്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നൃത്തം എന്നുള്ളത് പിന്നീട് ഉരുത്തിരിയുന്നൊരു സംഭവങ്ങളാണ്. നാട്യം അവതരിപ്പിക്കേണ്ട ആളുകളുടെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ യൂണിവേഴ്സിറ്റി തലങ്ങൾ ഇപ്പോൾ ഇവർ മത്സരത്തിൻ്റെ കാര്യം പറയണമല്ലോ, അത് വെറുതെ ഈ പറഞ്ഞതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് മത്സരത്തിൽ ആകാരമുണ്ട്. ആർക്കാണ് ആകാരമില്ലാത്തത്? നമുക്ക് കയ്യും കാലും ശരീരവും ശിരസും എല്ലാം ദൈവം തന്നിട്ടില്ലേ? അതിനെയാണ് ആകാരം എന്ന് പറയുന്നത്. ആ ആകാരം അതുപോലെ തന്നെ ബാക്കി എല്ലാ മാർക്കുകളും നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് നൃത്തത്തിൻ്റെ അടവുകളുടെ ശുദ്ധത, താളം, ഭാവം, എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അതിൽ മാർക്ക് നിശ്ചയിക്കുന്നത്. അതിൽ ഈ കേവലം 10 മാർക്ക് ആകുന്ന ഈ ആകാരത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇത്രയധികം ബാക്കി 80 മാർക്കും അല്ലെങ്കിൽ 90 മാർക്കും കടക്കുമ്പോൾ കേവലം ഈ 10 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി പിന്തള്ളപ്പെട്ടു പോവുക? അല്ലെങ്കിൽ കറുത്ത ഒരു കുട്ടീനെ ഇവരെ എങ്ങനെയാണ്? സാധാരണ നർത്തകിമാരെല്ലാവരും നൃത്തം ചെയ്യാനായി നല്ല സുന്ദരിമാരായിട്ടാണ്. ഇപ്പോൾ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജു കൂടി ഉണ്ട്. രഞ്ജു ആദ്യകാലങ്ങളിൽ നൃത്തത്തിന് ചമയങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കലാകാരി കൂടിയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം അവരെത്ര കുട്ടികളെ വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടാണ് നൃത്തവേദിയിലേക്ക് എത്തുന്നത്. നമ്മൾ വേദിയിലേക്ക് എത്തുമ്പോൾ ഇവർ കറുത്തതാണോ വെളുത്തതാണോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ പച്ചയായിട്ട് അവർ അറിഞ്ഞിട്ടും ഇപ്പം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കലോത്സവ വേദിയിലെ ആകാരഭംഗിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ RLV, നോക്കൂ, ഇവിടെ താങ്കൾ കറുത്തതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് മോഹിനിയാട്ടം സാധിക്കില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കുറച്ച് സൗന്ദര്യമുള്ളവരും കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടം അവതരിപ്പിച്ചാലേ ഭംഗിയുണ്ടാവൂ. അത് ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയാണ്. അടവുകളും കാര്യങ്ങളും ഒക്കെ ലൈറ്റായി ചെയ്താൽ മതി. ബോഡി മൂവ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട്. അതായത് ഇപ്പോൾ അവർ ഉദാഹരണം പറയുന്നത് പൂതനാമോക്ഷം. അപ്പോൾ സ്ത്രീ ചെയ്താലും, അതായത് നിതംബമുള്ള സ്ത്രീ ചെയ്താലും അത് വെച്ച് കെട്ടുന്ന പുരുഷൻ ചെയ്താലും രണ്ടും രണ്ടായിരിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് കാല് കവച്ച് വെക്കുക എന്നൊക്കെ പറയുന്ന ആദ്യത്തെ യൂട്യൂബ് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിനെ തുടർന്ന് ഇന്ന് രാവിലെ വാർത്താലേഖകരെ കണ്ടപ്പോഴാണ് അവർ പറയുന്നത് സ്ത്രീ ചെയ്യുന്നതും പുരുഷൻ ചെയ്യുന്നതും രണ്ടും മോഹിനിയാട്ടമല്ലേ, മോഹനൻ്റെ ആട്ടമല്ലല്ലോ എന്നാണ് ചോദ്യം. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ഈ മോഹനയാട്ടത്തിൽ തന്നെ തുടങ്ങട്ടെ. 2016 ഞാൻ കേരള സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവരതിലെ കമ്മിറ്റി മെമ്പറായിരുന്നു. ഇവർ എൻ്റെ നമ്പർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത്, നീ ഏത് മോഹനനാണ്, നീ എന്ന് മുതലാണ് മോഹനയാട്ടം ആടി തുടങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ 2016 തുടങ്ങിയതാണ് എന്നോടുള്ള ഈ പ്രശ്നം. ഇനി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ. ഏതൊരു നർത്തകനും നർത്തകിക്കും, ഒരു നർത്തകിക്ക് പുരുഷ കഥാപാത്രവും ഒരു നർത്തകന് സ്ത്രീ കഥാപാത്രവും ഉൾക്കൊള്ളാനുള്ള ഭാവഗരിമകൾ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സാങ്കേതികവും അവൻ്റെ കളരി പഠനത്തിൽ നിന്നും ഉൾക്കൊള്ളുന്നതാണ്. ഒരു പൂതനയെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ പൂതനയെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കളരി പാഠത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന് മുദ്രയും ഭാവവും എല്ലാം പൂതനയുടേതായ മുഖമുദ്രകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പൂതനയുടെ മാറിടം ഇപ്പോൾ കഥകളിയിലായാലും മറ്റേത് രൂപത്തിലായാലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊന്ന് ഉയർത്തി മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ ഈ സ്ത്രീയായിട്ട് അഭിനയിക്കുന്ന പൂതനയ ഇവിടെ തൻ്റെ മാറിടം തുറന്ന് കൃഷ്ണനെ മുളയൂട്ടുന്നില്ല. കാരണം അങ്ങനെ വേദിയിൽ ചെയ്യാൻ സാധിക്കില്ല. പ്രേക്ഷകർക്ക് മുമ്പിൽ എങ്ങനെയാണ് തൻ്റെ സ്ഥലം തുറന്നു കാണിച്ച് മുലയൂട്ടുന്നത്? ഇവിടെ മുദ്രകളിലൂടെയും ഭാവങ്ങളിലൂടെയാണ് നർത്തകൻ ചെയ്യുന്നത്. ഇനി മോഹിനിയാട്ടത്തിൻ്റെ കാര്യത്തിൽ പോട്ടെ, ഭരതനാട്യമായാലും കുച്ചിപ്പുടിയായാലും മറ്റേത് കലാരൂപത്തിലായാലും വളരെ കൃത്യമായി ആണുങ്ങളടക്കം വളരെ മനോഹരമായി സ്ത്രീകളുടെ ഭാവം ആവിഷ്കരിക്കുന്ന കലാരൂപമാണ് ഒഡീസിയും കുച്ചിപ്പുടിയുമെല്ലാം. അവിടെയൊക്കെ കേളുചരൺ മഹാപാത്രയെ പോലെയുള്ള മഹാനായ ഗുരു എത്ര അതിമനോഹരമായിട്ടാണ് സ്ത്രീകളുടെ ഭാവഹാവാദികൾ, ശൃംഗാരാദി രസങ്ങളൊക്കെ അഭിനയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ അടിച്ചു നോക്കണം. ഇതൊക്കെ വെറുതെ ഈ ഒരു ചാനലിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രം പറയുന്ന ചില കാര്യങ്ങളാണ്. ഒരു നർത്തകൻ, ഒരു നർത്തകി ഏത് വിധത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യാനായിട്ടുള്ള ത്രാണിയുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ ത്രാണിയുള്ളവളായിരിക്കണം. അതല്ലാതെ ഇത്തരത്തിലുള്ള ഈ മോശം
എന്താ പറയുക വാക്കുകൾ, ഇതൊക്കെ ഈ നർത്തക സമൂഹത്തിന് അപമാനമാണ്. നൃത്തം അറിയുന്ന, സാങ്കേതിക വിദ്യ അറിയുന്ന ഏതൊരാൾക്കും ഇത് കേൾക്കുമ്പോൾ, ഞാൻ പറയുന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ ശരി, ദയവായി തുടരുക. ഡോക്ടർ ആർ.എൽ. വി രാമകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ കരിവെള്ളൂർ മുരളി, ഇതിനെ സത്യഭാമ കറുപ്പിന് സൗന്ദര്യമില്ല എന്ന് പറയുന്നു, പുരുഷൻ അല്ല മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുന്നു. അവരിൽ താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട പരിമിതി എന്താണ് ശ്രീ കരിവെള്ളൂർ മുരളി? തീർത്തും അപരിഷ്കൃതമായ ഒരു കാലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവരെ ഞാൻ കാണുന്നത്. അത് പഴയൊരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല, പുതുതായി ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ കുറേ ആശയങ്ങളുടെ പ്രതിനിധി കൂടിയായിട്ടാണ് അവരെ നാം കാണേണ്ടത്. ഏറ്റവും വലിയ ഒരു വർഗീയ സംഘടനയുടെ പ്രസിദ്ധീകരണത്തിലെ കോളമിസ്റ്റായിട്ട് അവരെ കാണുന്നതായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ചില ലേഖനങ്ങളുടെ പുനഃപ്രസിദ്ധീകരണം തെളിയിക്കുകയുണ്ടായി. ഇത് ഒരൊറ്റ കാര്യമല്ല. ടി എൻ കൃഷ്ണ അധ്യക്ഷനായിരിക്കുന്ന മ്യൂസിക് അക്കാഡമിയുടെ കച്ചേരിയിൽ നിന്ന് രഞ്ജിനി ഗായത്രിമാർ പിന്മാറിയിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി ഇതേ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കലയെയും കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ മതത്തിൻ്റെയും ജാതിയുടെയും അതോടൊപ്പം നിറത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിക്കുന്ന ഏറ്റവും അപരിഷ്കൃതമായ വർണ്ണവെറിയുടെ ഒരു സംസ്കാരം തിരിച്ചു വരുന്നത് പുതിയ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മതവർഗീയ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്നുകൂടി കാണേണ്ടി വരും. ശ്രീ രാമകൃഷ്ണൻ, ഡോക്ടർ ആർ.എൽ. വി രാമകൃഷ്ണൻ ഈ എല്ലാ യോഗ്യതകളും നേടിയിട്ടുള്ള, PGയും ഡോക്ടറേറ്റും വരെ നേടിയിട്ടുള്ള മോഹിനിയാട്ടം കലാകാരനാണ്. ഈ 2021 കേരള സംഗീതനാടക അക്കാദമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2022 മെയ് 9 ആ അവാർഡ് തൃശ്ശൂരിൽ വെച്ച് നൽകിയത്. അതേ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, തിയേറ്ററിലുള്ള നാടകത്തിലുള്ള ഫെലോഷിപ്പ്. ഞങ്ങൾ അടുത്തടുത്ത് ഇരുന്നിട്ടാണ് ആ ദിവസം സംഗീതനാടക അക്കാദമിയുടെ അവാർഡ് ഡോക്ടർ ആർ.എൽ. വി രാമകൃഷ്ണൻ വാങ്ങിയത്. അപ്പോൾ സംഗീതനാടക അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇത് അക്കാദമിക്കെതിരായിട്ടുള്ള ഒരു ആക്ഷേപം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമ എന്ന പേര് അവർക്ക് ഉപയോഗിക്കാൻ യാതൊരു അർഹതയുമില്ല. 2015 വിട പറഞ്ഞ, നമ്മുടെ മുഴുവൻ ആദരവേറ്റുവാങ്ങിയ ഒരു മഹാഗുരുവിൻ്റെ ശ്രീമതി കലാമണ്ഡലം സത്യഭാമയുടെ അതേ പേര് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കൃത്യമായി അറിയാത്ത പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സത്യഭാമ ടീച്ചറുടെ അതേ പേരുള്ള ഒരു CN സത്യഭാമ, തിരുവനന്തപുരത്ത് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ആധികാരികമായി ചില തീർപ്പുകൾ പറയുകയാണ്. തൊലി കറുത്തവർക്ക് നൃത്തം ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേവലമായൊരു ബോഡി ഷെയ്മിങ്ങിന് അപ്പുറത്തേക്ക് മനുഷ്യാവകാശ ലംഘനം തന്നെ നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് തീർച്ചയായും അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. കലാമണ്ഡലം ഇന്ന് വളരെ അർത്ഥപൂർണമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ചില മനുഷ്യർ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കലാമണ്ഡലം പോലെ ഒരു മഹാസ്ഥാപനത്തിൻ്റെ പേരിന് തന്നെ, സൽപ്പേരിന് തന്നെ കളങ്കം ചേർക്കുകയാണ് എന്ന് പ്രൊഫസർ ബി അനന്തകൃഷ്ണനും പി രാജേഷ് കുമാറും ചേർന്ന് ഇറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, കലാമണ്ഡലം എന്ന് പേരുപയോഗിക്കുന്നതിനുള്ള അർഹത അവരിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാണ്. കലാമണ്ഡലത്തിൻ്റെ പേര് ഇതുപോലെ വർണ്ണവെറി കൊണ്ടു നടക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വന്തം പേരിനോടൊപ്പം ചേർക്കാനുള്ള അവകാശമില്ല എന്ന് കലാമണ്ഡലം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ദയവായി തുടരുക ശ്രീ കരിവെള്ളൂർ മുരളി. ശ്രീമതി രഞ്ജു രഞ്ജിമാർ, നോക്കൂ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ തന്നെയും ഈ സത്യഭാമ പറയുന്നുണ്ട്. സ്വാഭാവിക അവരുടെ യൂട്യൂബ് ഇൻ്റർവ്യൂവും ഇന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഒക്കെ രഞ്ജുമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് രഞ്ജുമാർക്ക് തോന്നിയത്? ആദ്യമേ തന്നെ രാമകൃഷ്ണനോട് ഒരു
സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ കലയെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. പകരം അദ്ദേഹത്തിന്റെ ജാതിയെയും നിറത്തിനെയും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. കാരണം രാമകൃഷ്ണനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. മണിച്ചേട്ടൻ എന്നൊരു വ്യക്തിയുടെ ആ ഒരു കെയർ ഓഫിൽ അല്ലാതെ തന്നെ എനിക്ക് രാമകൃഷ്ണനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ രാമകൃഷ്ണൻ മാനസികമായിട്ട് അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയിൽ നിന്ന് രാമകൃഷ്ണൻ അനുഭവിച്ചു വരുന്ന ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഞങ്ങൾ എല്ലാവരും അറിയുന്നതാണ്, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. ഇന്ന് രാവിലെ എന്താ പറയുക, യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കേൾക്കാനിടയായത്. ശരിക്കും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് സത്യഭാമയെ പറ്റി പറയുവാണെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്ക് പറയുവാനുള്ളത്. കാരണം ഇവിടെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു രഞ്ജുമാർ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നർത്തകിയാണ്. ഇത് RLV രാമകൃഷ്ണന്റെ മാത്രം വിഷയമല്ല. RLV രാമകൃഷ്ണൻ അല്ല പക്ഷേ അല്ല ഇതൊക്കെ താങ്ങാൻ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. നോക്കൂ, ഇപ്പോൾ ഇവരുടെ ഈ സത്യഭാമയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന് ശേഷം നിരവധി ആളുകൾ മുന്നോട്ട് വന്ന് ഇവരുടെ ഒരു വർത്തമാന രീതിയെക്കുറിച്ചൊക്കെ പറയുകയാണ്. നോക്കൂ, അതെ അതെ അതിലേക്ക് അവരോട് കടക്കുന്നു സാർ. രാവിലെ, മാഡം ഒന്ന് കേൾക്കൂ, അവരുടെ രാവിലെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു. ആ ചോദ്യങ്ങളിൽ മുഴുവൻ നിങ്ങൾ കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറില്ലേ എന്നുള്ളതാണ്. കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, അവരുടെ പൈസ മേടിച്ച് പോക്കറ്റിലിടാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് മത്സര ഇനത്തിലേക്ക് പോകരുത് പറയണം. നോക്കൂ, നമ്മുടെയൊക്കെ കുട്ടികൾ ഇവരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കറുപ്പാണ് എങ്കിൽ അവരോട് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ, വേണമെങ്കിൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി മാത്രം നിങ്ങളുടെ ഡാൻസ് അവതരിപ്പിച്ചാൽ മതി, നിങ്ങൾ മത്സര ഇനത്തിൽ പോകരുത്, നിങ്ങൾ കറുത്തവരാണ്, നിങ്ങൾ സൗന്ദര്യമില്ലാത്തവരാണെന്ന് അവരേതാ ഈ 66-ാമത്തെ വയസ്സിൽ പറയുകയാണ്. അതെ, അത് ഇന്നും ഇന്നലെയല്ല, തിരുവനന്തപുരം ജില്ലയിലുള്ള ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും വായിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എത്ര കുട്ടികളുടെ അവസരങ്ങളാണ് ഇവർ നിഷേധിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? കാരണം ഒരുപാട് കുട്ടികൾ നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യഭാമ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് അനുഭവം. നമ്മളെ പബ്ലിക്കായിട്ട്, അതായത് മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ, നിറം കൂടിയ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മളെ പരിഹസിക്കുന്ന തരത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഉടുവസ്ത്രം പൊക്കി കാണിക്കുന്ന അത്തരം എന്താ പറയാ, താഴേക്കിടയിൽ വന്ന് പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒരു കഴിവുള്ള ഒരു സ്ത്രീയാണ് അവരൊരു കലാകാരിയായിട്ട് നമുക്ക് പറയുവാൻ പറ്റില്ല. കാരണം ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ പ്രിയ സുഹൃത്തിന്റെ മുമ്പിൽ വന്ന് മോഹിനിയാട്ടത്തിൽ ഒരു മുദ്ര പോലും കാണിക്കുവാനുള്ള യോഗ്യതയില്ല എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവര് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നർത്തകനാണ് ശ്രീമാൻ എണ്ണക്കാട് നാരായണൻകുട്ടി സാറ്. എണ്ണക്കാട് നാരായണൻകുട്ടി സാറിന്റെ അടുത്ത് ഇവര് പോയി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, ഇവർക്ക് അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു അവാർഡിന് സമർപ്പിക്കുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കുന്നത്, അവര് ആ ഫീൽഡിൽ ചെയ്തിരിക്കുന്ന കലാപ്രവർത്തനങ്ങളെയും കൂടി വിലയിരുത്തും. ഈ നിമിഷം വരെ രാമകൃഷ്ണൻ ചെയ്യുന്നത് പോലെ ഒരു നൃത്തം അവർക്ക് വേദിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കലാമണ്ഡലം എന്ന് പറയുന്ന ഇത്രയും മഹനീയമായ ആ ഒരു പേര് മാത്രം തുമ്പത്ത് ചേർത്തുകൊണ്ട് ഇവര് കാലാകാലങ്ങളായിട്ട് എത്രയെത്ര കുട്ടികളിൽ നിന്നാണ് പൈസ വാങ്ങിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കലയോട് എന്തെങ്കിലും ഒരു നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ഇവരോട് ചോദിക്കണം. തീർച്ചയായും രഞ്ജു ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ രാമകൃഷ്ണൻ കേസ് കൊടുക്കും എന്ന് പറയുന്നു. കേസ് കൊടുക്കട്ടെ എന്ന നിലപാടാണ് സത്യഭാമ അതിന് വെച്ചു പുലർത്തുന്ന നിലപാട് എന്താണെന്ന് വെച്ചാൽ, സത്യഭാമ പറയുന്നത് ഞാൻ ആരുടെയും പേരോ ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, ഇവിടെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പൂർണ്ണമായും RLV രാമകൃഷ്ണനാണ് എന്ന് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് അവർ ആ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ പേര് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് മാത്രം സത്യഭാമയ്ക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? ചോദ്യം. ഒരു കാരണവശാലും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടത്. കാരണം നമുക്കറിയാം, ഈ പരിഷ്കൃത സമൂഹത്തിൽ പോലും അപമാനകരമായ ചില പരാമർശങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ആ പരാമർശങ്ങൾ അപകീർത്തികരമാണ്, അപരിഷ്കൃതമാണ് എന്ന് മാത്രമല്ല അത് നമ്മുടെ
പല നിയമത്തിന്റെയും ഒരു പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റായി ഒരർത്ഥത്തിലും അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു ഇന്റർവ്യൂവിൽ ഏതോ ചാനൽ അവർ പറയുന്നത് കേട്ടു, അങ്ങനെ ചാലക്കുടിയിൽ ഒട്ടേറെ ആളുകൾ ഉണ്ടല്ലോ, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന്. അതെ, നോക്കൂ, അത് ഇതാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. RLV രാമകൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നൃത്താധ്യാപകനാണ്, ചാലക്കുടി ഭാഗത്താണ് വീട്, ആരാണെന്ന് പറയുന്നില്ല. ഈ അവതാരകൻ അറിയില്ല എങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പം ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇയാൾ പല ദിക്കിലും മത്സരത്തിന് വരാറുണ്ട്. താനുമായുള്ള ടെലിഫോൺ സംഭാഷണം ഇയാൾ പുറത്തുവിട്ടു. അതിന് താൻ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആരാണ് കേസ് കൊടുത്തത് എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ ഞാനാണ് കേസ് കൊടുത്തത് എന്ന് സത്യഭാമ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നൃത്താധ്യാപകൻ, ചാലക്കുടിക്കാരൻ, താൻ കേസ് കൊടുത്തയാൾ, കേസ് കൊടുത്ത വിഷയം സത്യഭാമ എന്ന തന്നെക്കാൾ സീനിയറായ നൃത്താധ്യാപികക്കെതിരെയും അവരുടെ ഭർത്താവിനെതിരെയും ചീത്തവിളി നടത്തിയതിന് ആണ് കേസ് കൊടുത്തത് എന്ന് പറയുന്നു. കാലിക്കറ്റിലെ അബുദാബിയിൽ ശിക്ഷകണങ്ങളെയും കൊണ്ടുവന്നയാളെന്ന് പറയുന്നു. മാത്രമല്ല RLV രാമകൃഷ്ണനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ ചോദ്യത്തിന് അല്ല എന്ന് നിഷേധിക്കാതിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല വാർത്താ സമ്മേളനത്തിൽ RLVയുടെ പേര് 2 തവണ അവർ ആവർത്തിക്കുന്നതുമുണ്ട്. അപ്പോൾ എന്നിട്ടും അവർ പറയുകയാണ് ഞാൻ പേര് പറഞ്ഞിട്ടില്ല എന്ന്. അതെ അതെ, അതിൽ അങ്ങനെ പറയുന്നതിൽ നമുക്കറിയാം ഒരു അർത്ഥവുമില്ല. കാരണം ചില പ്രദേശങ്ങൾ, ചില നാടുകൾ അറിയപ്പെടുന്നത് ചില അടയാളങ്ങളുണ്ട്. ഉദാഹരണം നെടുമുടി വേണുവിന്റെ സ്വന്തമാണ് ഈ അടൂര് എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഭാസി എന്ന് പറയുന്നത് പോലെ തന്നെ ചാലക്കുടി കലാഭവൻ മണിയും RLVയും എല്ലാം ചാലക്കുടിയുടെ അടയാളങ്ങളല്ലേ. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ, ആ അടയാളങ്ങളുടെ പേര് വെച്ച് തന്നെ വളരെ വ്യക്തമായ, വെറും അങ്ങനെ ചാലക്കുടി വ്യക്തമായ സൂചന അങ്ങൂടെ സൂചിപ്പിച്ചതുപോലെ, അത് കൂടാതെ തന്നെ ഒരു പടി കൂടി കടന്നുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ പരാതി കൊടുത്ത കാര്യവുമൊക്കെ വളരെ വ്യക്തമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ തന്നെയാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയുമായി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അങ്ങനെ ഒരു ഡിഫൻസ് എടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറുപ്പ് സൗന്ദര്യമല്ല എന്ന് പറയുമ്പോൾ അത് ജാതി അധിക്ഷേപമാകുന്നുണ്ടോ? അല്ല, കറുപ്പ് എന്ന് ജാതി അധിക്ഷേപമാകുമോ എന്നുള്ളത് ആ ഒറ്റ വാക്കിൽ മാത്രം നമ്മൾ ആ ഒരു എന്താ പറയുക അടർത്തിയെടുത്ത് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. കാരണം അതിന്റെ ഒരു ബ്രോഡ് പ്രോബബിലിറ്റീസിലേക്ക് കിടക്കുമ്പോൾ, കാരണം അവര് കറുപ്പ്, നമുക്ക് കറുപ്പിന് അഴക് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. കാരണം കറുപ്പിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അതെല്ലാം അഡ്മിറ്റഡ് ഫാക്റ്റ് ആണ്. ആർക്കാണ് അറിയാത്തത്? ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോഴത്തെ കറുപ്പിനാണ് സൗന്ദര്യം കൂടുതൽ എന്നുള്ളത് ആണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ അവർ ഉദ്ദേശിക്കുന്നത് മറ്റെന്തോ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവർ പറയുന്നതിൽ തന്നെ അവർക്ക് വരുന്നത് സ്വാഭാവികമായും എതിർഭാഗത്തുള്ള ആളോടുള്ള ഒരു ഇകഴ്ത്തലിന് വേണ്ടിയിട്ടാണ്. അവർ ചോദിക്കുന്നുണ്ട് സൗന്ദര്യ മത്സരത്തിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് പറയാണ്, തീരെ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ലോക സൗന്ദര്യ മത്സരത്തിൽ തന്നെ കറുത്ത വർഗ്ഗക്കാരായിരിക്കാം കഴിഞ്ഞ 2 പതിറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടാവുക. അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതൊക്കെ അവരെ അല്ലെങ്കിൽ അറിയില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കറുപ്പിനെ അവിടെ എന്തോ ഒരു നീച സ്വഭാവമായി, നീച രൂപമായി പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. തീർച്ചയായിട്ടും അവര് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഏതൊക്കെയോ ജാതി സംസ്കൃതിയുടെ ചില ബിംബങ്ങളായി തന്നെ കറുപ്പിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ, അതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. കാരണം ഇപ്പോഴും അവർ 12 കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇപ്പൊ ഡാൻസിന്റെ കാര്യം പറയുമ്പോൾ, നിങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് വരുമ്പോൾ എപ്പോഴെങ്കിലും ഗ്രൂപ്പ് ഡാൻസിൽ വെളുത്തവരെയല്ലേ മുമ്പിൽ നിർത്തുകയുള്ളൂ, അല്ലാത്ത വെളുത്ത ആളുകളെയല്ലേ അപ്പൊ അത്തരത്തിലുള്ള മനസ്സുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, ഈ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള അങ്ങനെ ഈ കൊച്ചു കുട്ടികളെയൊക്കെ, കലാകാരികളായ കുട്ടികളെ, കലാകാരന്മാരായ കുട്ടികൾക്കൊക്കെ നേരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധ്യാപകർ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കുട്ടികൾക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ഇതിനെല്ലാം വളരെ ഭയത്തോടെ കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ, ഇവരെ പോലെയുള്ള ആളുകൾ. ഇവർ അധ്യാപികയാണെന്നാണ് പറയുന്നത്. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇടവേളയ്ക്ക് ശേഷം. പക്ഷേ ഡോക്ടർ RLV രാമകൃഷ്ണനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഇവരുമായിട്ടുള്ള വിഷയം എന്നുള്ളതാണ്. അവർ തന്നെ 2 തവണ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ, മറ്റൊന്ന് അബുദാബിയിൽ അവർ ജഡ്ജായിരുന്നപ്പോഴുള്ള കാര്യം, അതിനുശേഷമുള്ള താങ്കളുടെ ഫോൺ വിളി. ഇത്തരം വിശദാംശങ്ങൾ എനിക്ക് അറിയേണ്ടത് ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ RLV രാമകൃഷ്ണൻ,
സത്യഭാമ താങ്കളുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താങ്കളുടെ ശിഷ്യയ്ക്ക് ഒന്നാം സമ്മാനം കൊടുത്തതിനെ അഭിനന്ദിച്ചുകൊണ്ട് താങ്കൾ ടെലിഫോണിൽ സംസാരിച്ചു. പിന്നീട് അബുദാബിയിലെ ജഡ്ജായിരിക്കുന്ന സമയത്ത് താങ്കളുടെ ശിഷ്യയ്ക്ക് സമ്മാനം കൊടുക്കാത്തപ്പോൾ താങ്കൾ വേറൊരു ടോണിൽ അവരോട് സംസാരിച്ചു എന്ന്. അതിനുശേഷം താങ്കൾ അവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം താങ്കൾ പുറത്തു വിട്ടു എന്നും അതുകൊണ്ടാണ് അവർക്ക് കലാമണ്ഡലം പുറത്ത് വിട്ടു പോകേണ്ടി വന്നത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. താങ്കളുടെ വെർഷൻ എന്താണ് അക്കാര്യത്തിൽ? ഇതിലാദ്യമേ തന്നെ പറയട്ടെ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മത്സരം എൻ്റെ വളരെ സാമ്പത്തികം കുറഞ്ഞ ഒരു കറുത്ത കുട്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത്. ആ കുട്ടി ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. ആ കുട്ടി ആദ്യം ഭരതനാട്യം മത്സരിച്ചു. എല്ലാവരും പറഞ്ഞു അവൾക്കാണ് ഒന്നാം സ്ഥാനം കിട്ടേണ്ടതെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ല. പിന്നെ കുച്ചിപ്പുടി മത്സരിച്ചു. അതിനും ആ കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ല. അതോടുകൂടി അവിടുത്തെ കല പഠിപ്പിക്കുന്ന അധ്യാപകരും കണ്ടു നിന്നവരും അപ്പാടെ ഇളകി. അതിനുശേഷമാണ് മൂന്നാമത് വന്ന മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത്. അതിനുശേഷം കേരള നടനം ആ കുട്ടി കളിച്ചു. ആ കുട്ടീനെ പിന്നിലേക്കാക്കി. ഇങ്ങനെ കേവലം മത്സരിച്ച 4 ഇനങ്ങളിലും സമ്മാനം നേടാൻ അർഹതയുണ്ടായിട്ടും കേവലം ഒരു ഇനത്തിലാണ് ആ കുട്ടിക്ക് സമ്മാനം കൊടുത്തത്. അന്ന് അവൾക്ക് നഷ്ടപ്പെട്ടത് കലാതിലക പട്ടമാണ്. അവൾ ജീവിതത്തിൽ മോഹിച്ചിട്ട് ഇവിടുന്ന് ഡിസോണൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി അവിടേക്ക് മത്സരിക്കാൻ പോകുന്നത്. ആ കുട്ടിക്ക് എല്ലാ സാമ്പത്തിക സഹായങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിട്ടാണ് ഞാൻ ആ കുട്ടിയെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. പക്ഷേ ഈ സ്ഥലത്തൊന്നും ഞാൻ മത്സരവേദിയിലേക്ക് എവിടെയും ഞാൻ പോകാറില്ല. ഇനി ഇവർ പറയുന്ന വിരോധാഭാസം, ഇവരെ ഞാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഇവരെ എന്നെയാണ് വിളിക്കുന്നത്. രാമകൃഷ്ണൻ്റെ ആ കുട്ടി മോഹിനിയാട്ടം അസലായിട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അഭിനന്ദിച്ചാണ് അവർ വിളിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, ദുബായിൽ നടന്ന കലോത്സവത്തിൻ്റെ കാര്യം. ഈ ദുബായിൽ നടന്ന കലോത്സവം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ അങ്ങോട്ട് വിളിച്ചു. സത്യമാണത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ചെയ്ത ഇനം വളരെ തെറ്റായിട്ടാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും അത് നിങ്ങളുടെ മാഷ് വരുത്തി വെച്ച തെറ്റാണ്, അതുകൊണ്ട് കുട്ടിക്കല്ല അതിൻ്റെ കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഈ കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്നെ 2016 ശേഷം സ്ഥിരമായി ഞാൻ എവിടേക്ക് ജഡ്ജ്മെൻറ്റ് പോയാലും ജഡ്ജ്മെൻറ്റ് പോകണുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവരെന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഓരോ പരിപാടികളെ കാര്യം ചോദിച്ച് വിളിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടത്തുന്ന 2 പേര് തന്നെയായിരുന്നു ഞങ്ങൾ. പക്ഷേ ആ ഘട്ടത്തിൽ താങ്കൾ വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത്. മനുസ്മൃതിയിൽ ഇങ്ങനെയുണ്ട്, ബ്രാഹ്മണ പുരോഹിതന്മാരോട് അവരുടെ ചുമതലകളെ കുറിച്ച് ഗർവോടുകൂടി ഒരു ശൂദ്രൻ ഉപദേശം നൽകിയാൽ രാജാവ് അവന്റെ വായിലേക്കും ചെവിയിലേക്കും തിളപ്പിച്ച എണ്ണ ഒഴിക്കാൻ കൽപ്പിക്കണം. അധ്യായം 8 സൂക്തം 272. ഈ ശബ്ദരേഖയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. ഈ ശബ്ദരേഖയെ ഒട്ടുമിക്ക ആളുകളും ഇത് കേട്ടതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ടീച്ചറോട് സംസാരിച്ചിരിക്കുന്നത്, ഒരിക്കൽ പോലും കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ഗുരുനാഥ എന്ന രീതിയിൽ അവരെ ധിക്കരിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ ആ ശബ്ദരേഖയില്ല. കാരണം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. നമ്മൾ ചിലപ്പോൾ കള്ളം പറയുമായിരിക്കും. ആ ശബ്ദരേഖ എല്ലായിടത്തും ലീക്ക് ഔട്ടായി പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ അവരെ മോശമായിട്ട് ഞാൻ അവരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ അവരെന്നോട് തട്ടിക്കയറുകയും ഇന്ന് ചാനൽക്കാരോട് പറഞ്ഞ പോലെ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ മേലാക്കം എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്, നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിന്റെ PhD ഒക്കെ ഞാൻ ചെയ്തത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ ഫോൺ സംഭാഷണം കട്ട് ചെയ്തത്. അപ്പോഴും ഞാൻ വളരെ മിതമായ രീതിയിൽ തന്നെയാണ് ആ ഫോൺ സംഭാഷണത്തിൽ സംസാരിച്ചിട്ടുള്ളതെന്ന് അത് കേട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ബോധ്യമാവും. അതോടുകൂടിയാണ് അവർക്ക് കലാമണ്ഡലം ഇറങ്ങേണ്ടി വന്നത്. ഒരിക്കലും അല്ല. അവരിന്നത്തെ നമ്മളുടെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാരണങ്ങളല്ല അവർ കലാമണ്ഡലം വിട്ട് പുറത്തു പോകാൻ കലാമണ്ഡലം അധികാരികൾ അവർക്ക് കൊടുത്ത കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. ആ കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് അവർ അതേ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഭരണസമിതി അംഗം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു പോസ്റ്റല്ല. ഒരു 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി അംഗങ്ങളെ മാറ്റാനും കൂട്ടാനും ഉള്ള അവകാശം അതത് സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിയും. ഇപ്പോൾ കലാമണ്ഡലം ഭരണസമിതിയിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ആരൊക്കെയോ വരികയും ആരൊക്കെയോ പോവുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങളും ഇടയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ എൻ്റെ പേര് പറഞ്ഞിട്ടല്ല അവരതിനെ പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ള വിശദീകരണം അവർ തന്നെ ആ ചാനലിൽ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ സമയത്ത് AK ബാലനായിരുന്നു മന്ത്രി. AK ബാലന് ശബ്ദരേഖ കിട്ടി. അപ്പോൾ അവിടെ
അവിടുത്തെ സത്യഭാമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുമായി അല്ലെങ്കിൽ നർത്തകിയുമായി ആ നർത്തകിയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ ഭർത്താവായിട്ടുള്ള കഥകളി ആശാനെക്കുറിച്ച് പറഞ്ഞു എന്ന് കണ്ടിട്ട് അവരെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒഴിവാക്കുകയായിരുന്നു എന്നാണ്. ശരി, ശ്രീ RLV രാമകൃഷ്ണൻ, അക്കാര്യത്തിൽ താങ്കളുടെ എന്തായാലും അവർ ആ വിഷയത്തിൽ കേസ് കൊടുത്തു താങ്കൾക്കെതിരെ. എന്നെ നിരന്തരം കേസ് കൊടുത്ത് പീഡിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെ 3 കേസ് കൊടുത്തു. ഒരു കേസ് കോടതി തള്ളിപ്പോയിട്ടുണ്ട്. ഇപ്പം ക്രിമിനലും സിവിലുമായിട്ട് 2 കേസ് കൊടുക്കുകയാണ്. ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഈ കേസുമായിട്ട് ഇപ്പോഴും ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രീ കരുവള്ളൂർ മുരളി, താങ്കൾ പറഞ്ഞു ഒരു പ്രത്യേക വാരികയിൽ അവർ ലേഖനം എഴുതുന്നുണ്ട് എന്ന്. അവരുടെ ആ വാരികയിലെ ലേഖനം അവർ ഫേസ്ബുക്കിലും ഷെയർ ചെയ്തതായി കാണാം എന്നുള്ളതാണ്. ആ വാരിക കേസരിയാണ് എന്നുള്ളത് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവിടെ നോക്കൂ, മനുസ്മൃതിയുമായി ഇതിനെ കണക്ട് ചെയ്യുകയാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ. ഈ ക്ലാസിക്കൽ എന്താണ് കലാരൂപങ്ങൾക്ക് ആധാരമായിട്ടുള്ള ലക്ഷണശാസ്ത്രങ്ങൾ വളരെ ബ്രാഹ്മണിക്കലായ ഒരു കാലഘട്ടത്തിൻ്റെ കൂടി സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ ലക്ഷണശാസ്ത്രങ്ങൾ അതേപടിയല്ല. ഉദാഹരണത്തിന് നാട്യശാസ്ത്രത്തിൽ തന്നെ പറയുന്ന നായകസങ്കല്പം ധീരോദാത്തൻ, അതിപ്രതാപൻ, അതിഗുണവാൻ എന്നാണ്. പക്ഷേ നമ്മുടെ നാടകങ്ങളിലും നമ്മുടെ കലാസൃഷ്ടികളിലുമൊക്കെ പിൽക്കാലത്ത് വന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം. അത് ഏതെങ്കിലും ഒരു ദൃശ്യകലയിൽ മാത്രമല്ല, നമ്മുടെ നോവലുകളിൽ, നമ്മുടെ കവിതകളിൽ, അതുപോലെ നമ്മുടെ ഫിക്ഷനുകളിൽ അപ്പാടെ വന്ന കഥാപാത്രങ്ങൾ അപ്പാടെ. തോട്ടിയുടെ മകൻ ഈ മലയാളത്തിലാണ് ഉണ്ടായത്. അതാണ് കേരളം അതിനെ വലിയ ദൂരം മറികടന്നിട്ടുള്ള ഒരു സമൂഹമാണ്. ധീരോദാത്തൻ, അതിപ്രതാപൻ, അതിഗുണവാൻ എന്ന കുലമഹിമയുള്ളവർ മാത്രം നായക കഥാപാത്രങ്ങളായിരുന്ന ഒരു പഴയ ലക്ഷണശാസ്ത്ര കൃതികളുടെ അടിസ്ഥാനത്തിലുള്ള കലകളല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ജനാധിപത്യ സമൂഹത്തിൽ അതിന് വലിയ മാറ്റം വരും. തകഴിയുടെ കൃതികളെ പോലുള്ള കൃതികളാവട്ടെ, നമ്മുടെ നാടകങ്ങൾ തന്നെ ആവട്ടെ, ഒരർത്ഥത്തിൽ നാട്യശാസ്ത്രത്തെ പിന്തുടർന്നുകൊണ്ടാണ് വരേണ്ടത്. ദശരൂപകങ്ങളിൽ ഒന്നായ നാടകവും. പക്ഷേ അതിലൊക്കെ വന്നിട്ടുള്ള കഥാപാത്രങ്ങൾ, മുടിയനായ പുത്രൻ പോലുള്ള തോപ്പിൽ ബാസിയുടെ നാടകത്തിൽ രാജൻ എന്ന ഒരു റൗഡിയാണ് അതിലെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രം തന്നെയായി വരുന്നത്. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. പാട്ടബാക്കി, വിശക്കുമ്പോൾ കക്കുന്ന കിട്ടുണ്ണി എന്ന കഥാപാത്രമാണ് അതിലെ നായക കഥാപാത്രം, കേദാമോര് സൃഷ്ടിച്ച നാടകം. അതുകൊണ്ട് ഈ പഴയ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതുപോലെ മുറുകെ പിടിക്കുന്നവർ കാലഹരണപ്പെട്ട മനുഷ്യരാണ്. അതുകൊണ്ടാണ് അപരിഷ്കൃതർ എന്നവരെ വിളിക്കുന്നത്. കലാമണ്ഡലം തന്നെ അതിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നത് അപരിഷ്കൃതമായ മനസ്സുള്ളവർ എന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരക്കാരെ, എനിക്ക് തോന്നുന്നത് RLV രാമകൃഷ്ണനെ പോലെ ഒരു കലാകാരനെ പുറകെ നടന്ന് കേസുകളുമായി വേട്ടയാടുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും കലാകാരി എന്ന് വിളിക്കാൻ പറ്റില്ല. കല എന്നത് തന്നെ ഈ മനുഷ്യ മനസ്സുകളിൽ ഊറിക്കൂടുന്ന എല്ലാ തിന്മകളെയും വിമലീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നാണ് അരിസ്റ്റോട്ടീലിയൻ കാലഘട്ടം മുതൽ നാം പഠിച്ചു വെച്ചിട്ടുള്ളത്. ഒരുതരം വിമലീകരണമാണ് അതിലൂടെ സംഭവിക്കുന്നത്. ഒരു കലാസൃഷ്ടി ആസ്വദിക്കുന്നത് വഴി, അനുഭവിക്കുന്നത് വഴി, അത് അവതരിപ്പിക്കുന്നത് വഴി ഈ വിമലീകരണമാണ് നടക്കുന്നത്. മനസ്സുകളെ വളരെ വിമലീകരിച്ച് ശുദ്ധമാക്കുക എന്ന പ്രവർത്തനമാണ് കലാസൃഷ്ടിയിലൂടെ സംഭവിക്കേണ്ടത്. പക്ഷേ കലാകാരിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന കലാമണ്ഡലം പോലൊരു മഹാസ്ഥാപനത്തിൻ്റെ പേര് തൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച് നടക്കുന്ന ഒരു സ്ത്രീ ഇത്ര നിന്ദ്യമായാണ് പെരുമാറുന്നതെങ്കിൽ, ഒരു കലാകാരനെ വേട്ടയാടുന്നതിന് വേണ്ടി അയാൾക്കെതിരായി നിരന്തരമായി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് അതിനപ്പുറത്ത് ഒരു തലമുറയെ മുഴുവൻ ദുഷിപ്പിക്കുന്ന വിധമാണ്. നമ്മുടെ എത്രയോ കുട്ടികൾ, ഇപ്പോൾ സംഗീതനാടക അക്കാദമി തന്നെ 100 കണക്കിന് കുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ നൃത്തപഠനത്തിനും സംഗീത പഠനത്തിനുമൊക്കെ വേണ്ടി സ്കോളർഷിപ്പ്, സ്റ്റൈപ്പൻഡ് നൽകുന്നുണ്ട്. ഈ കുട്ടികളിലെ മഹാഭൂരിപക്ഷം പേരും ഏറ്റവും ദരിദ്രരായ കുട്ടികളാണ്. തൊലി കറുത്ത കുട്ടികൾ എത്രയോ ഉണ്ടതിൽ. അപ്പോൾ അതുകൊണ്ട് തൊലിയുടെ നിറം നോക്കിയിട്ട് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഒന്നായ നമ്മുടെ നാട്ടിൽ തവിട്ട് നിറമാണ് തൊലിയുടെ യഥാർത്ഥ നിറം, വെളുത്ത നിറമൊന്നുമല്ല. ശീതരാജ്യങ്ങളിലെ പോലെ വെളുത്ത നിറമുള്ളവരല്ല സ്വാഭാവികമായി ഉണ്ടാവേണ്ടത്. പക്ഷേ അങ്ങനെ തൊലിയുടെ നിറം അത് കാലാവസ്ഥയുടെയും ഭൂമിയുടെ ഒരു ഘടനയുടെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അത് വെച്ച് വിവേചനം കാണിക്കുന്ന ഒരാൾ പഠിപ്പിച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്തായിത്തീരും?
അവരുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് ഇവിടെ സംരക്ഷിക്കാൻ കഴിയുക? ശിക്കാരിവെള്ളൂർ മുരളി അതുകൊണ്ട് ഇവരെ ഇതുപോലൊരു സംബന്ധിച്ചിടത്തോളം സ്ത്രീ നോക്കൂ, ഈ ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖം അവർക്ക് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കേരളത്തിൽ ആളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ശരിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കണം എന്ന് ആവർത്തിക്കുകയും അവർക്ക് നിയമോപദേശം നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്നാണ് കരുതേണ്ടത്. അപ്പോൾ കേരളത്തിലും ഇതിന് ആളുകൾ ഉണ്ട് എന്നുള്ളതല്ലേ, തീർച്ചയായും ഈ ഒരു ലൈൻ പിടിക്കാൻ ആളുകളുണ്ട്. ഒരു സംശയവുമില്ല. കറുപ്പ് എന്ന് പറയുന്നത് ജാതിയുമായി ബന്ധമുള്ള ഒരു കാര്യമാണോ എന്ന് നമ്മൾ തൊട്ടു മുമ്പ് ചർച്ച ചെയ്യേണ്ടായി. അടിസ്ഥാനപരമായി മണ്ണിലിറങ്ങി വെയിലത്തിറങ്ങി പണിയെടുക്കുന്നവരുടെ വംശീയമായി തന്നെ ഉണ്ടാവുന്ന നിറം, തൊലിയുടെ നിറം അത് കറുപ്പായിത്തീരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ജാതിയുടേതായ ഒരു പ്രശ്നവും അതിന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും വലിയ അധസ്ഥിതത്വം എന്ന പ്രശ്നവും അതിനകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ശരിയെന്ന് അവരോട് പറയാൻ ഒട്ടുവളരെ ആളുകളുണ്ട്. ഇന്ത്യയിൽ ഇന്ന് മൂലമായിക്കൊണ്ടിരിക്കുന്ന മതവർഗീയ രാഷ്ട്രീയത്തിൻ്റെ, ജാതി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ തിന്മകളുടെ ഘടകങ്ങൾ മുഴുവൻ ഇന്ത്യ ഇന്ന് വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുടെ കയ്യിലാണ്. ഉത്തരേന്ത്യയിൽ മുഴുവൻ നടക്കുന്നത് പാവപ്പെട്ട ജാതിമാറി കല്യാണം കഴിച്ച സ്ത്രീകളെ നഗ്നരാക്കി ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളാണ് നടക്കുന്നത്. ദളിതരെ വഴിവക്കിൽ ചെരുപ്പിട്ട് നടന്നതിൻ്റെ പേരിൽ കാല് ചുട്ടുപൊള്ളിക്കുന്ന ദൃശ്യങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഇങ്ങനെയുള്ള ഏറ്റവും നിന്ദ്യമായ ജാത്യധിക്ഷേപങ്ങളിലൂടെയും നടക്കുന്നത്. അത് ചുട്ടുകൊല്ലുന്നത് നേരിട്ട് നടത്താൻ പറ്റാത്ത വിധം പരിഷ്കൃതമായ ജാഗ്രതായ ഒരു സമൂഹം ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയ ശക്തികൾ ഇന്ത്യയുടെ ഭരണമേധാവിത്വം പുലർത്തുന്ന ഒരു കാലത്ത് കേരളം പോലൊരു സമൂഹത്തിൽ പോലും ഇത് പറയാനും പറഞ്ഞത് ശരിയാണ്, അവിടെ ഉറച്ചു നിൽക്കുക എന്ന് ആജ്ഞാപിക്കാനും അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിന്ന് ധൈര്യം കൊടുക്കാനുള്ള ശക്തികളുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. അടിസ്ഥാനപരമായി വർഗീയ രാഷ്ട്രീയം ഇന്ത്യയിൽ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് പാവപ്പെട്ട മനുഷ്യർ, ദളിതർ, ഇരുണ്ട നിറമുള്ള തൊലിയുള്ളവർ, ഇവർ മുഴുവൻ നേരിടാനിരിക്കുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ RLV രാമകൃഷ്ണനെതിരായി നടക്കുന്ന ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായ നടപടികളെടുക്കണം. സാമൂഹികമായ ചില ചെറുത്തുനിൽപ്പുകളും ആവശ്യമുണ്ട്. ഈ സ്ത്രീ നടത്തുന്ന നൃത്ത വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കരുതെന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കണം. അവരുടെ കുട്ടികളുടെ തൊലിയുടെ നിറം പറഞ്ഞും ജാതി പറഞ്ഞും ഭിന്നിപ്പിക്കുകയും അവരുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്ന ഒരാൾ കലാകാരിയല്ല, ഒരാൾ നൃത്താധ്യാപകയുമല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന സ്ത്രീ പോലുമല്ല. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി തിരികെയും വളരെ അസാധാരണമാം വിധം ഒറ്റക്കെട്ടായി മനുഷ്യർ ഒന്നിച്ചിട്ടുണ്ട് RLV രാമകൃഷ്ണനോടൊപ്പം ഈ പ്രശ്നത്തിൽ. പക്ഷേ RLV രാമകൃഷ്ണൻ എന്ന വ്യക്തിക്കൊപ്പമല്ല, മറിച്ച് ഏറ്റവും നിന്ദ്യമായ ഒരാശയത്തിൻ്റെ അപകടകരമായ കുത്തൊഴുക്കിനെതിരെ മുഴുവൻ മനുഷ്യരും മുഴുവൻ മലയാളികളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലമാണ് എന്നത് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഗവൺമെൻറ് നേരിട്ട് കേസെടുത്ത്, അതും അധസ്ഥിത സമൂഹങ്ങൾക്കെതിരായി നടത്തുന്ന ഈ അധിക്ഷേപങ്ങൾക്കെതിരായ ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ കേസെടുത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ ഉണ്ടാവണം. ഈ തിന്മകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരായിട്ട് അതിന് മുഴുവൻ കലാകാരന്മാരും കലാകാരികളും മാത്രമല്ല, ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി മുന്നിലേക്ക് വരണം. അതുപോലെ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം. കലാമണ്ഡലം എന്ന പേരുപയോഗിക്കാൻ ഇനി CN സത്യഭാമയെ കലാമണ്ഡലം എന്ന മഹാസ്ഥാപനം അനുവദിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം. ശരി, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. പട്ടിയുടെ വാലിലും ഇപ്പോൾ ഭരതനാട്യമാണ്. ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണ് എന്നാണ് സത്യഭാമ, CN സത്യഭാമ പറയുന്നത്. എനിക്ക് രഞ്ജുമാറിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം. രഞ്ജുമാർ, സത്യഭാമ പറയുന്നത് പട്ടിയുടെ വാലിലും ഇപ്പോൾ ഭരതനാട്യമാണ്, ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ്. ഞാൻ പഠിക്കുമ്പോൾ, അതായത് സത്യഭാമ പഠിക്കുമ്പോൾ കലാമണ്ഡലത്തിൽ 4 കൊല്ലം ആകെ 22 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 250 കുട്ടികളാണ് 4 കൊല്ലത്തിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ കറുത്ത കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കറുത്ത കുട്ടികൾക്കാണ് എങ്കിൽ സത്യഭാമ നിർദ്ദേശിക്കുന്നത് ചില പ്രത്യേക മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് 5000 രൂപയാണത്രേ പ്രത്യേക ചാർജ്. അവരെ മേക്കപ്പ് ചെയ്താൽ കുട്ടിയെ പോലും തിരിച്ചറിയില്ല എന്നാണ് പറയുന്നത്. മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന ചിലർ ഇറങ്ങിയിട്ടുണ്ട് എന്നും പറയുകയാണ്. എന്ന് വെച്ചാൽ കുട്ടി വൃത്തിയില്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വൃത്തിയാക്കി വിടുന്ന രീതിയിൽ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. ഇതാണ് അവരുടെ ഈ രഞ്ജിമാർ കൈകാര്യം ചെയ്യുന്ന മേഖലയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം.
ഈ ഒരു പ്രസ്താവന ഞാനും കേൾക്കുകയുണ്ടായി. സത്യഭാമ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു അഭിപ്രായത്തോടല്ല ഞാനിപ്പോൾ മറുപടി പറയുന്നത്. കേരളത്തിലുള്ള ഇത്തരം ചിന്താഗതികളുള്ള എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. ഒരിക്കലും മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കലയെ ആ ഒരു പ്രവണതയിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നൃത്തലോകത്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൃത്താധ്യാപകർ തന്നെയാണ് നമുക്ക് നിർദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണനെ പോലുള്ള അധ്യാപകർ തന്നെ നമ്മളോട് പറയാറുണ്ട്, ഇതുപോലെ ആയിരിക്കണം വരയ്ക്കുന്നത്, ഇതുപോലെ ആയിരിക്കണം കണ്ണെഴുതേണ്ടത്. അത് അതിൻ്റെതായിട്ട് നിർദ്ദേശങ്ങൾ അവർ തന്നെ നിർദ്ദേശിക്കുന്നു, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാളെ രൂപമാറ്റം മാറ്റിയൊന്നും നമ്മൾ കൊണ്ടുപോയി വേദിയിൽ നിർത്താറില്ല എന്ന് വേണം പറയേണ്ടത്. അതാണ് ഇപ്പോൾ രഞ്ജുമാർ ഇപ്പോൾ സത്യഭാമ പറഞ്ഞു എന്ന് തന്നെയാണ് അതിനകത്ത് അടിസ്ഥാനപരമായ വിഷയം. അതായത് ഇപ്പോൾ ഒരു വെളുത്ത കുട്ടിയോട് സത്യഭാമ പറയും, നീ 2500 രൂപ പ്രതിഫലം വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മതി. ഒരു കറുത്ത കുട്ടിയോട് സത്യഭാമ പറയും, നീ 5000 രൂപ പ്രതിഫലം വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരു കുട്ടിയുടെ ആ, ഓ, മോഹിനിയാട്ട കലാകാരിയെ അതിൻ്റെ ഇപ്പം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലുള്ള വശങ്ങളാണോ ശ്രദ്ധിക്കുക, അതോ ആ കുട്ടിയെ, കറുത്ത കുട്ടിയെ വെളുത്തതാക്കുകയാണോ ചെയ്യുക? സത്യഭാമയെ പോലുള്ള നീച സ്വഭാവം ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിന് സ്വന്തം കുട്ടിക്ക്, അതും ഒരു കറുത്ത കുട്ടിയാണെന്നാണ് എൻ്റെ ഓർമ്മ, നിറം കുറഞ്ഞ കുട്ടിയായിരുന്നു, ആ കുട്ടി മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത് ആ കുട്ടിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന കാരണത്താൽ ഉടുവസ്ത്രം പൊക്കി കാണിക്കുവാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ് സത്യഭാമ. അത്തരം പ്രവണതകൾ കാത്തു സൂക്ഷിക്കുന്ന സത്യഭാമയുടെ ഇത്തരം നീചമായിട്ടുള്ള പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിലവാരം കുറയ്ക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ RLV രാമകൃഷ്ണൻ, നോക്കൂ, അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ കലാമണ്ഡലത്തിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. 4 കൊല്ലം അവർ പഠിക്കുമ്പോൾ 22 പേരേ ഉള്ളൂ, ഇപ്പോൾ 250 കുട്ടികൾ, ആർക്കും ഒരു തൊഴിലവസരം ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചലിനിടയിൽ ഈ കറുത്ത കുട്ടികൾ വരുന്നു, അവർക്ക് 5000 രൂപ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം, ഒരു കലാപ്രകടനത്തിന് വേണ്ടി മാത്രം, അവർ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്? ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തന്നെ പാടെ മാറി കഴിഞ്ഞ കാര്യം അവർക്ക് ഓർമ്മയില്ല. അവർ പഠിച്ചിരുന്ന കാലത്ത് വളരെ ചുരുക്കം പെൺപിള്ളേരാണ് ഈ നൃത്തം പഠിക്കാനായിട്ട് ഓരോ നൃത്തം പ്രൊഫഷണലായിട്ട് എടുക്കാനുള്ള താല്പര്യം കാണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നൃത്തമേഖലയിൽ നിന്നല്ല, കലാപഠന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരികയും നൃത്ത പഠനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ കലാപഠനത്തോടൊപ്പം തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഈ വിഷയത്തിൽ PhD അടക്കവുമുള്ള പഠന സാധ്യതകൾ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളെ കാലഘട്ടത്തിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നത് കല പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നഷ്ടപ്പെടും, ജോലി കിട്ടില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഞങ്ങൾ കല പഠിക്കുകയും ഒപ്പം വിദ്യാഭ്യാസം നേടുകയും ഈ നൃത്ത മേഖലയിലല്ലാതെ തന്നെ മറ്റുള്ള സർക്കാർ ജോലികൾക്കൊക്കെ ഞങ്ങൾക്ക് ഈ നൃത്തത്തിൻ്റെ ബിരുദവും ഈ നൃത്തത്തിൽ നേടിയ ബിരുദം തന്നെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ മറ്റു ജോലികളിലേക്കൊക്കെ കുട്ടികൾക്ക് പോവുകയും പലവരും നൃത്തം പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള പലവരും പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഈ വളരെ കുറവ് സമയത്ത് നൃത്തം പഠിച്ച ഇവരെന്താണ് ജോലിക്ക് കയറാതിരുന്നത് ഇത്രയും കാലമായിട്ടും? അപ്പോൾ അതൊക്കെ പറയുന്നത് എല്ലാവരും കളിയാക്കി പറയുക എന്നുള്ള ഒരു പൊതുധാരണയിൽ തന്നെയാണ് പറയുന്നത്. നേരത്തെ ഒരു കലാമണ്ഡലമോ ഒരു RLVയോ മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പാഠ്യവിഷയങ്ങൾക്ക്, കലാപഠന വിഷയങ്ങൾക്ക് ഒരുപാട് മേഖല, ഇപ്പോൾ സെൻറ്റ് തെരേസാസ്, അതുപോലെ തന്നെ കാലടി സംസ്കൃത സർവകലാശാല, അതുപോലെ തന്നെ മാവേലിക്കര കോളേജ്, തിരുവനന്തപുരം സ്വാതിരുനാൾ കോളേജ്, കണ്ണൂർ ലാസ്യ എന്നുവേണ്ട കേരളത്തിൽ പാലക്കാട് ചെമ്പൈ സംഗീത സ്മാരകം, ഇങ്ങനെ നിരവധി കോളേജുകളിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഹയർ സ്റ്റഡീസിനും പോകുന്ന നിരവധി പ്രതിഭകളെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു, ഇപ്പം മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യം തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതാണ് മറുപടി. ഡോക്ടർ RV രാമകൃഷ്ണൻ, നോക്കൂ, ഇവിടെ അവര് ഡിപ്ലോമ പഠിച്ചതിനെ കുറിച്ച് പറയുന്നു. എന്നാൽ RLV രാമകൃഷ്ണൻ PhD എടുത്ത കാര്യം പറയുമ്പോൾ അതെനിക്ക് അറിയേണ്ടതില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ്. താങ്കളുടെ സൗണ്ട് ബൈറ്റിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ രാമകൃഷ്ണൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ വരുമ്പോൾ ചിലർക്കെങ്കിലും സഹിക്കാനാകുന്നില്ല എന്ന്.
കലാഭവൻ മണി താങ്കളുടെ സഹോദരൻ താങ്കളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സഹോദരൻ, മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ താങ്കളുടെ പഠിത്തം അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളതാണെന്നുള്ളതാണ്. ആ നിലയിലുള്ള പ്രശ്നം ഇപ്പോൾ സത്യഭാമയിലോ അല്ലെങ്കിൽ സത്യഭാമ എന്നത് ഒരു ചിന്താഗതിയായി എടുത്താൽ ഇവരിൽ ഉണ്ട് എന്നാണോ ഡോക്ടർ RLB താങ്കൾ പറയുന്നത്? ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ നൃത്ത മേഖലയിൽ, അതായത് ഇവിടെ ഒട്ടനവധി മോഹിനിയാട്ട നർത്തകിമാർ ഇവിടെ നിലനിൽക്കെ ഒരു പുരുഷനായിട്ടുള്ള ഞാനും, അതായത് ഞാൻ മാത്രമല്ല നൃത്തത്തിലെ പുരുഷനായിട്ടുള്ള മോഹിനിയാട്ട രംഗത്ത് നിൽക്കുന്ന ഒരു പുരുഷനായിട്ടുള്ള ഞാൻ ഇത്രയധികം ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ നേടിക്കൊണ്ട് എനിക്ക് പറയാനുള്ള കാരണം, ഇവർ ചെറിയൊരു സൂചനകളിൽ ഇൻ്റർവ്യൂവിൽ മറ്റു പല ചർച്ചകളിലും പറഞ്ഞു, അതായത് അവാർഡുകളും അംഗീകാരങ്ങളും പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്, എനിക്ക് അത്തരത്തിലുള്ള കണക്ഷനുകളില്ല, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ പോകുന്നില്ല. അപ്പോൾ ഒരിക്കൽ ഇവരും ഞാനും ഒരു 2021 CCRT ഫെലോഷിപ്പിൻ്റെ അവാർഡിനായിട്ട്, അതായത് സീനിയർ ഫെലോഷിപ്പ്, അതൊരു പഠന മുഖാന്തരമാണ് ഫെലോഷിപ്പ് കിട്ടുക. ആ ഫെലോഷിപ്പിൻ്റെ ലിസ്റ്റിൽ ഞാനും ഇവരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിലത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഫെലോഷിപ്പ് ലഭിച്ചത് എനിക്കാണ്. നേരത്തെ രഞ്ജു പറഞ്ഞതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾക്കൊക്കെ ആയിട്ട് ഇവർ പലതരത്തിലും ഈ എണ്ണക്കാട് നാരായണൻകുട്ടി സാറ് പോലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് രഞ്ജു പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെയും എനിക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് എനിക്ക് അവിടെ കിട്ടി. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് തിരുവനന്തപുരം ദൂരദർശൻ്റെ A ഗ്രേഡ് ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ A ടോപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രേഡിങ്ങിന് ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രേഡിങ്ങിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു മോഹിനിയാട്ടക്കാരൻ, ഇവർക്കൊക്കെ മറ്റൊരു വിചാരമുണ്ട്. മറ്റെല്ലാവരും ഞാൻ ഉദ്ദേശിക്കല്ല. ചില ആളുകൾക്ക് കലാമണ്ഡലത്തിൽ പഠിച്ചാൽ മാത്രമാണ് മോഹിനിയാട്ടം നന്നാവുകയുള്ളൂ എന്നൊരു വിചാരം പൊതുവെ ഒരു ധാരണയുണ്ട്. അത്തരത്തിലുള്ള ചില വ്യക്തികളെ ഇന്ന് ചില ചാനലുകളിൽ വന്നിട്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട് പറയും. സപ്പോർട്ടോ എന്തായാലും എനിക്ക് വിഷയമില്ല. കാരണം ഏറ്റവും പ്രശ്നം, കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് RLV എന്ന സ്ഥാപനത്തിൽ നിന്ന് കലാമണ്ഡലത്തിലേക്ക് മോഹിനിയാട്ടത്തിൽ MPhil PhD ചെയ്യാനെത്തുന്ന ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ പല ആക്ഷേപങ്ങളും പലപ്പോഴും ഞാൻ കലാമണ്ഡലത്തിൽ വെച്ച് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ മാത്രമല്ല, ചില ഭരണസമിതി അംഗങ്ങളായിരുന്ന മറ്റു ചില വ്യക്തികളുടെ ആക്ഷേപങ്ങൾ എന്നോട് അവിടുത്തെ സെമിനാർ ഹാളിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു വിഷയം ഞാൻ കലാമണ്ഡലത്തിൽ അനുഭവിക്കുകയും അതിനെതിരെ ഞാൻ കമ്മീഷൻ വഴി ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്, SC/ST കമ്മീഷൻ വഴി. അപ്പോൾ ഇത്തരം നമുക്കറിയാം, ഇതിൽ വളരെ വ്യക്തം തന്നെയാണ് എൻ്റെ ഒരു വളർച്ച. അല്ലെങ്കിൽ മോഹിനിയാട്ട നർത്തകികൾക്കിടയിൽ ഒരു മോഹിനിയാട്ട നർത്തകൻ വളർന്നു വരുന്നു. സാർ, ഇപ്പോഴും ഞാനിപ്പോഴും പഠിക്കുകയാണ്. കാലടി സംസ്കൃത സർവകലാശാലയിൽ എൻ്റെ ഗസ്റ്റ് അധ്യാപകൻ എന്നുള്ള ജോലി രാജിവെച്ച് ഞാനിപ്പോൾ MA ഭരതനാട്യം അവസാന വർഷ വിദ്യാർത്ഥിയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ സമയത്താണ് എനിക്ക് ഈ ഇത്തരം വാർത്തകളും എന്നെ മാനസികമായി തകർക്കുകയും ഇതുപോലുള്ള ചർച്ചകൾക്ക് സമയം കണ്ടെത്താനായിട്ട് ഞാൻ വന്നിരിക്കുന്നതും. അപ്പോൾ കല എന്ന മേഖലയിൽ എൻ്റെ സഹോദരൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിന് കല ശാസ്ത്രീയമായി പഠിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു ദളിതൻ എന്ന രീതിയിൽ മഹാനായ അയ്യങ്കാളിയും ഡോക്ടർ അംബേദ്കറൊക്കെ പറയുന്നുണ്ട്, എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു 10 BA കാരെങ്കിലും കാണണം എന്നുള്ള അവരുടെ വലിയൊരു ആശയം. ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ദളിതനായിട്ടൊരു കലാകാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നൃത്തത്തിൽ എത്ര ബിരുദം കിട്ടാൻ സാധിക്കുമോ അത് അത്രയും പഠിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വയസ്സുകാലത്തും ഞാൻ ഈ കല പഠിക്കാനായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ വളർച്ചയെ, അല്ലെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ള ഈ സ്വപ്നങ്ങൾ, ഈ നൃത്തത്തിൻ്റെ ലോകത്തിലൂടെ ഈ യാത്രയിൽ എന്തൊക്കെയോ ദേഷ്യം പൂണ്ടുകൊണ്ടാണ് ഇവരിപ്പോൾ പൂതനാമോക്ഷം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. ഈ പൂതനാമോക്ഷം ഞാൻ ഈ അടുത്ത് റീൽസായിട്ട് ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കുകയും കൈയടിക്കുകയും ചെയ്ത ഒരു പൂതനാമോക്ഷത്തിൻ്റെ ഒരു അഭിനയ പീസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അത് വളരെയധികം എന്താ പറയുക, റീൽസ് വളരെ റീച്ചിലെത്തിയ ഒരു റീൽസായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ പല സംഭാഷണങ്ങളിലും ചൂണ്ടിക്കാണിച്ച് പോകുന്നത്. അതായത് ഞാൻ ചെയ്തു പോയാൽ എനിക്ക് കിട്ടിയ പല കാര്യങ്ങളും ഇവരുടെ പല സംഭാഷണങ്ങളിലും, എന്തിന് പത്മശ്രീ കിട്ടിയത് വരെ പൈസ കൊടുത്തിട്ടാണെന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇവരുടെ ഈ എന്താ പറയുക ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. അപ്പോൾ എന്നോട് മാത്രമല്ല, ഇത്തരം നേട്ടങ്ങൾ നേടുന്ന മറ്റു പലവരോടും എന്തൊക്കെയോ ഇവർക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ്. അഡ്വക്കേറ്റ് പ്രിയദർശൻ നമ്പി, ഇത് വെറും ഒരു ബോഡി ഷെയ്മിങ്ങിനപ്പുറത്തേക്ക് ഒരു ചിന്താഗതിയുടെ വളർച്ച, അതാണ് നേരത്തെ ശ്രീ കരിവെള്ളൂർ മുരളി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേസിൻ്റെ മാനം അത് ഡോക്ടർ RLV രാമകൃഷ്ണൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും വളരെ ശരിയായ രീതിയിൽ ശ്രീ കരിവെള്ളൂർ മുരളി അത് വളരെ ഭംഗിയായി വരച്ചു കാട്ടുകയുണ്ടായി. കാരണം ഒരു ചിന്താധാരയുടെ വളരെ വ്യക്തമായ ഒരു പ്രതിഫലനമാണ് ഈ സത്യഭാമയുടെ അഭിപ്രായത്തിൽ കൂടി പുറത്തായത്. കാരണം എത്ര നാള് കഴിഞ്ഞാലും ഇവരുടെ എല്ലാം മനസ്സിൽ സത്യം രൂഢമൂലമായി കിടക്കുന്ന ആ ഒരു സത്വം അത് പുറത്തു വരുന്നു. അതിനെ എന്ത് വില കൊടുത്തും നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ 2019 നമുക്ക് എല്ലാവർക്കും അറിയാം, 2019 വിശ്വസുന്ദരിയായ ദക്ഷിണാഫ്രിക്കയിലെ സുസാമിനി എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കയിലെ മോഡലും നടിയുമായിട്ടുള്ള ആ വ്യക്തിത്വം, അവര് അന്ന് ഫൈനൽ റൗണ്ടിൽ ആ ലോക വിശ്വ സൗന്ദര്യ പട്ടം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കറുത്ത മുടിയുമായി കറുത്ത നിറവുമായി അങ്ങനെ കറുത്ത വർഗ്ഗക്കാരുടെ സുന്ദരിയല്ലാതെയായി ജീവിച്ച ഒരാളാണ്. അത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. കറുത്ത നിറം സുന്ദരിയല്ല എന്നുള്ള പ്രതിഫലനം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. ഞാൻ വിശ്വസുന്ദരിയായിരിക്കുന്നുവെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ ഇന്നും ഇത്തരം സത്യഭാമ പോലെയുള്ള ആളുകളുടെ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള വിചാരമുണ്ട്. ആ വിചാരം കേവലം കറുപ്പിനോട് മാത്രമുള്ള വിചാരമായി നമ്മൾ ചെറുതായി കാണരുത്. മറിച്ച് അതിനു അപ്പുറം അതിന് മാനങ്ങളുണ്ട്. അതിനെ ചെറുത്തു തോൽപ്പിക്കണം. നിയമപരമായി മാത്രമല്ല, നമ്മുടെ സമൂഹമാകെ അതിനെതിരെ പ്രതികരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ RLV രാമകൃഷ്ണൻ ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി പോകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നേരത്തെ ആരോ പറഞ്ഞതുപോലെ ചന്തി തുടക്കുന്ന കടലാസിന്റെ നിറം വെളുപ്പായതുകൊണ്ട് തന്നെ കറുപ്പ് നിറമുള്ളവർ അതിൽ യാതൊരു വിധത്തിലും തങ്ങളുടെ നിറം കറുപ്പാണല്ലോ എന്ന് കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഒപ്പം തന്നെ കരിവെള്ളൂർ മുരളി, രഞ്ജു രഞ്ജിമാർ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്മി സഹകരിച്ചതിന് Debate with MV Nikesh Kumar.